അപ്പോൾ ബന്ദർലഗിരിൽ നമ്മൾ കോമൺലി ആൾക്കാർ വന്നിട്ട് വെറും കാഴ്ചകൾ കണ്ടിട്ട് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അതാണ്. അവിടുന്ന് കാഴ്ചകളൊക്കെ കാണും, താഴത്തെ കാഴ്ചകളൊക്കെ കാണും. പിന്നെ അവിടുന്ന് കുറേ ബോട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അവിടുന്ന് സർവീസിന് പോകും. അതല്ലാതെ നമ്മുടെ സാധാ ആൾക്കാർ കാണുന്ന സ്ഥലം ഇത്. അതിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ച് പാർക്കിംഗ് കാണാം. ആ പാർക്കിങ്ങിൽ നിന്ന് ബീച്ചുണ്ട് തന്നെ കൂട്ടാ. മീനുകൂട്ടം എന്താ അവിടെ ഉണ്ട് കേട്ടോ. മീനുകൂട്ടം അവിടെ സേഫാണ്. പിന്നെ കങ്കാരു ബാഗിലിട്ടാണ്. നമ്മുടെ ബീച്ച് എത്തിപ്പോയി അല്ലേ നൂനു? ഓക്കെ ആണോ? കല്ലൊക്കെ കളഞ്ഞു. അപ്പോൾ ആ പിന്നെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ഈ രണ്ടാമത്തെ സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴത്തോട്ട് പോകുന്നൊരു വഴിയുണ്ട്. അവിടെ നിന്ന് താഴോട്ട് നടന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് എടുക്കാം. റൈറ്റ് സൈഡ് എടുത്താൽ ഇതുപോലൊരു പിന്നെ വാക്ക് വേ ആണ്. ആൾക്കാർ നടന്നിട്ടുള്ളൊരു പാത കാണാം. അതിലൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇതൊന്നൊരു 1.5 മണിക്കൂർ വേണമെങ്കിൽ ഇങ്ങനെ നടക്കാം. ജെന്യുവനായിട്ടുള്ള എന്താണ് അഭിപ്രായം? എങ്ങനെയുണ്ട്? ജെന്യുവനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സാധാ ഹൈക്കിങ്ങിൻ്റെ പോലത്തെ അത്ര എലിവേഷൻ ഗെയിൻ ഇല്ല. നമുക്ക് ഗ്രാജുവലായിട്ട് അങ്ങനെ കയറിപ്പോവാം. കുട്ടികളൊക്കെ ആയിട്ട് കയറി പോവാം, സ്മൂത്തായിട്ട് കയറി പോവാം കുട്ടികളൊക്കെ ആയിട്ട്. പിന്നെ എന്താ വ്യൂ കുഴപ്പമില്ല. നമ്മുടെ ബീച്ചിൻ്റെ വ്യൂ കാണാനൊക്കെ നല്ല രസമുണ്ട്. കങ്കാരു ബാഗ് ഉണ്ട്. ചെറിയ 2 കുട്ടികളായിട്ടൊക്കെ ഉള്ള കപ്പിൾസൊക്കെ വന്നിട്ടുണ്ട്, ഇവിടെ കയറിയിട്ടുണ്ട്. പക്ഷെ കങ്കാരു ബാഗ് ഉണ്ടെങ്കിലായിരിക്കും സ്മൂത്തായിട്ട് കയറാൻ പറ്റുക. അല്ലെ കുട്ടികൾക്ക് ചിലപ്പോൾ എല്ലാം ഒന്നും കയറാൻ പറ്റില്ലായിരിക്കും. തേർഡ് സ്റ്റാൻഡേർഡ് ഒക്കെ എത്തിയ കുട്ടികളായിട്ട് ഈസി ആയിട്ട് വരാം, ഈസി ആയിട്ട് കയറാൻ പറ്റും. ചെറിയ കുട്ടികളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പാരന്റ്സ് ഇതുപോലെ കങ്കാരു ബാഗ് വല്ല എടുക്കേണ്ടി വരും. എടുത്തോണ്ട് കയറാനും വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല കേട്ടോ. അതുപോലെ എലിവേഷൻ ഗെയിനൊന്നും നിനക്ക് അങ്ങനെ അറിയാം? ഞാനല്ലേ എടുത്തത്. അല്ല അത്ര ബുദ്ധിമുട്ട് കാണിച്ചില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എങ്ങനെയുണ്ട് സ്ഥലം? നല്ലതായിട്ട് പറയും. എങ്ങനെയുണ്ട് ഈ സ്ഥലം? എങ്ങനെയുണ്ട് കാണാൻ? നല്ലതാണ്. കളിക്കാൻ എങ്ങനെയുണ്ട് ഈ സ്ഥലം? നിന്റെ കൂട്ടുകാർക്കൊക്കെ ഈ സ്ഥലം റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? നല്ല സ്ഥലമാണോ ഇത്? കൂട്ടുകാരോട് പറയും വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. കുട്ടികളെ പറയും. അടുത്തതായി നമ്മൾ പോകുന്ന സ്ഥലം ഹിഡൻ ബീച്ച്. എവിടെയാണോ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന ഹിഡൻ ബീച്ച്. ഇനി അവിടെ പോവാൻ ആരും ഇല്ല, പേര് ഹിഡൻ ബീച്ച്. എന്താ അറിയോ? അത് ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഹിഡൻ ബീച്ച് എന്നും പറഞ്ഞിട്ട് ഈ ഏരിയ കാണുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അത്രയും ആൾക്കാർ വരുന്നത്. നൂനുവിന് ഇനി ഈ ആഴ്ച വിറ്റാമിൻ ഡി ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ, അവിടുന്നാണ് പാർക്ക് ചെയ്യുന്ന സ്ഥലം. അവിടുന്ന് ഇതാ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കിനും ഇതാ ഒരു ആരോ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വഴി പിന്നെ നമുക്ക് നടക്കുന്ന വഴി കാണാൻ പറ്റും. അപ്പോൾ ആ വഴി പോയാൽ മതി. കറക്റ്റ് ആ ഒരു ഹൈക്കിംഗ് റൂട്ടായിട്ട് നമുക്ക് എത്താൻ പറ്റും. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് താഴോട്ട് ബീച്ചിലേക്ക് പോവാം കേട്ടോ. അതാണ് താഴേക്ക് നമ്മൾ പോവാം ബീച്ചിലേക്ക്. നൂനൂന് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബീച്ചും കൂടെ നമുക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ബീച്ചിലേക്ക് പോവാണ്. ബീച്ച് എത്താൻ പോകുന്നതിൻ്റെ സൂചനയാണെന്ന് തോന്നുന്നു കുറേ പച്ചപ്പ്.
നമ്മളിപ്പോൾ അലഹവാസിലുള്ളത് ഓപ്പറയിൽ. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഗ്രിൽ ചിക്കൻ, ഇവിടെ സ്പൈസി ഗ്രേവിയാണ്. ഒന്ന് കാണാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. ഇവിടെ ആണ് ഇത്ര ഇങ്ങനെ സ്പൈസി ഗ്രേവി വരുന്ന ഇവിടെയാണ്. നോക്കി നോക്കാം, ഒന്ന് കാണാം. അപ്പം ഞങ്ങളിതാ കഴിക്കട്ടെ കേട്ടോ. അത് സ്പൈസി ഗ്രേവി എടുത്തിട്ടുണ്ട്, ചിക്കൻ്റെ ഒരു പീസും കൂടെ എടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ കഴിക്കും. നല്ല വിശപ്പുണ്ടായിരുന്നു അവിടെ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ കഴിക്കട്ടെ. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യാം. താങ്ക് യു. ബൈ.